എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൊതുവെ രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം നമുക്ക് രാവിലെ തന്നെ മീനൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ റോഡിലോട്ട് പോയതാണ്. അപ്പം നമ്മുടെ വഴി മുഴുവൻ വെള്ളമായിട്ട് കിടക്കുവാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പെയ്ത്ത് വെള്ളം ഇവിടെ കിടക്കും. അങ്ങനെ നമ്മൾ റോഡിൽ പോയി മീനൊക്കെ വാങ്ങിയിട്ട് തിരികെ വന്നു. ഇന്ന് നമുക്ക് കിട്ടിയ മീൻ പ്രാച്ചിയാണ്. സാധാരണ മഴയൊക്കെ ഉള്ള സമയത്താണ് നമുക്ക് ഈ മീൻ കിട്ടുന്നത്. എപ്പോഴും ഒന്നും നമ്മുടെ ഇവിടെ ഈ മീൻ അങ്ങനെ കിട്ടാറില്ല. ഈ മീൻ മുളകിട്ട് വെക്കാനും വറുക്കാനും തേങ്ങ അരച്ച് വെക്കാനും ഒക്കെ വളരെ നല്ലൊരു മീനാണ്. ഇന്ന് നമ്മൾ പ്രാച്ചി മീൻ മുളകിട്ടാണ് വെച്ചത്. ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മുടെ പയർ ചെടികളിലൊക്കെ പാകമായ പയറുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ വിളവെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് ഊണിനായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന മാങ്ങാച്ചാർ ഉണ്ടാക്കി. അതുപോലെ തന്നെ കടപ്ലാഞ്ചക്ക കിട്ടിയിരുന്നു. അപ്പം നമ്മൾ അത് വെച്ചിട്ട് തീയലുണ്ടാക്കി. പിന്നെ നമ്മൾ മത്തങ്ങായും വൻപയറും കൂടെയുള്ള എരിശ്ശേരിയും ബീട്രൂട്ട് തോരനും ഒക്കെ തയ്യാറാക്കിയിരുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മുടെ തമ്പൂട്ടൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള നമ്മുടെ ഊണൊക്കെ തയ്യാറായി. ഇന്ന് നമ്മൾ ഊണിന് തയ്യാറാക്കിയിട്ടുള്ള വെജിറ്റേറിയൻ കറികളെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി എനിക്ക് മീൻകറി വേണമെന്നില്ല. ഉച്ചയ്ക്ക് നമ്മൾ ഊണൊക്കെ കഴിച്ചതിന് ശേഷം പ്ലാന്റ് നഴ്സറി വരെ ഒന്ന് പോയിരുന്നു. അവിടുന്ന് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പ്ലാന്റ് നഴ്സറിയിൽ ഇങ്ങനെ ചെടികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. അതുപോലെ അവിടെയുള്ള എല്ലാ ചെടികളും നമുക്ക് വാങ്ങാനൊക്കെ തോന്നും. നമുക്ക് പറ്റുന്ന ചെടികളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വരും. ഓരോ സമയത്തും നമ്മൾ പ്ലാന്റ് നഴ്സറി വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ പുതിയ പുതിയ ചെടികളും ട്രീ പ്ലാന്റുകളും ഒക്കെ വരുന്നതായിട്ട് കാണാം. ഇത് ബിയർ ആപ്പിളിൻ്റെ ചെടികളാണ്. അപ്പോൾ ഇതിൽ വളരെ ചെറുതിലേ തന്നെ ഈ ചെടികളൊക്കെ പൂവിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അങ്ങനെ നമ്മൾ പ്ലാന്റ് നഴ്സറിയിലൊക്കെ പോയിട്ട് തിരികെ വീട്ടിലെത്തി. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കരാട്ടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പം നമ്മുടെ തമ്പൂട്ടൻ പതുപോലെ നമ്മുടെ കൂടെ വരാനായിട്ട് ഒരുങ്ങി വരുവാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളൊക്കെ വന്ന് ചേക്കേറിയിരുന്നു. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.